നമ്മുടെ ഹൃദയം ഭൂമിയുടെ മാഗ്നറ്റിക് ഫ്രീക്വൻസിയുമായി നേരിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു. ഭൂമിയിൽ നിന്ന് പുറത്തുവിടുന്ന മാഗ്നറ്റിക് ഫ്രീക്വൻസി നമ്മുടെ ശരീരം അബ്സർവ് ചെയ്യുന്നു. നമ്മുടെ ശരീരത്തിന് 50 ലക്ഷം സുഷിരങ്ങളുണ്ട്. നമ്മുടെ ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫ്രീക്വൻസി വലിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ 50 ലക്ഷം സുഷിരങ്ങളാണ്. ഞാൻ നിൽക്കുന്ന ഈ ഹോളിൽ ഓക്സിജന്റെ സാന്നിധ്യം ഉള്ളതുപോലെ ഓക്സിജനോടൊപ്പം ഭൂമിയുടെ മാഗ്നറ്റിക് ഫ്രീക്വൻസിയും നിലനിൽക്കുന്നു. നിങ്ങൾക്ക് ഓക്സിജൻ കാണാൻ കഴിയാത്തതുപോലെ മാഗ്നറ്റിക് ഫ്രീക്വൻസിയും കാണാൻ കഴിയില്ല. കാരണം മാഗ്നറ്റിക് ഫ്രീക്വൻസി പ്രകാശ വേഗതയേക്കാൾ കോടിക്കണക്കിന് വേഗത കൂടുതലാണ്. പ്രകാശത്തിന്റെ വേഗത സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ ആണ്. അതിനേക്കാൾ വേഗത കൂടുതലാണ് നമ്മുടെ മാഗ്നറ്റിക് ഫ്രീക്വൻസി. ഒരു ഉദാഹരണത്തിലൂടെ മാഗ്നറ്റിക് ഫ്രീക്വൻസി എത്ര വേഗതയുള്ളതാണെന്ന് ഞാൻ വിശദീകരിക്കാം. നോക്കൂ, ചിന്ത ഒരു ഊർജ്ജമാണ്. ചിന്തയെ വിഭാവനം ചെയ്തതുപോലെ മാഗ്നറ്റിക് ഫ്രീക്വൻസി എന്നത് ഈ ലോകത്ത് യാഥാർത്ഥ്യമായി. ചിന്തയും ഒരു ഊർജ്ജമാണ്. ഞാൻ നിങ്ങൾക്ക് മാഗ്നറ്റും പ്രകാശവേഗവും തമ്മിലുള്ള വ്യത്യാസം വിശദീകരിക്കാം. സൂര്യന്റെ കിരണങ്ങൾ നമ്മൾ ജീവിക്കുന്ന ഭൂമിയിൽ നിന്ന് ഏകദേശം 15 കോടി കിലോമീറ്റർ ഉയരത്തിലാണ്. സൂര്യരശ്മികൾ ഭൂമിയിലെത്താൻ ഏകദേശം 500 സെക്കൻഡ് വേണം. എന്നാൽ നിങ്ങളുടെ തലച്ചോറും മനസ്സും സൂര്യനിലെത്താൻ എത്ര സമയമെടുക്കും? സെക്കൻഡിന്റെ 1 അംശം മാത്രമേ എടുക്കുകയുള്ളൂ. അതിനാൽ ചിന്തയുടെ വേഗത എത്രയാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാം. നമ്മുടെ തലച്ചോറും ഹൃദയവും ഭൂമിയുടെ മാഗ്നറ്റിക് ഫ്രീക്വൻസിയുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ഭൂമിയുടെ നോർത്ത് പോളും സൗത്ത് പോളും മാഗ്നറ്റിക് ഫ്രീക്വൻസി പുറത്തുവിടുകയും നമ്മുടെ ശരീരം ഒരു സ്പോഞ്ച് പോലെ മാഗ്നറ്റിക് ഫ്രീക്വൻസി ആഗിരണം ചെയ്യുകയും ചെയ്യുന്നു. ഒരു സ്പോഞ്ച് വെള്ളത്തിൽ മുക്കിയാൽ ആ വെള്ളം വലിച്ചെടുക്കുന്നത് പോലെ